അമ്മ അമ്മ പഠിക്കണല്ലേ അമ്മ, അതാ സമയം പോണേ. പഠിക്കല്ലേ? ആ ടച്ചോണ്ടാ പഠിക്കണ. അമ്മ ഡാഡി കണ്ട എനിക്ക് വഴക്ക് കിട്ടേ. എടി നീ ഇതെന്നോട് പകരം വീട്ടണല്ലേ ഞാൻ എപ്പോഴും പഠിക്കാൻ പറയണ കാരണം അല്ലേ? അതാ എനിക്ക് മനസ്സിലാവണ്ട, ശരിയാക്കി തരാടി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അമ്മ നമ്മളെ സ്കൂളിൽ ഒരു കൊച്ചിനൊരു അസുഖം, ഭയങ്കര വലിയ അസുഖം എന്ന് പറഞ്ഞ. അപ്പൊ ചികിത്സാ സഹായത്തിന് വേണ്ടി എല്ലാ കുട്ടികളെയും 100 രൂപ വീതം വാങ്ങുന്നുണ്ട്. അപ്പൊ എനിക്ക് നാളെ 100 രൂപ കൊണ്ടുപോകണം അമ്മ. അയ്യോ എന്റെ കയ്യിലില്ല, ഞാൻ പഠിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും. പാവം കൊച്ചല്ലേ? ആ കൊച്ചൊക്കെ പാവായിരിക്കും. എന്റെ പൈസ ഉണ്ട്, നിന്റെ ഡാഡി വരുമ്പോ ചോദിച്ചു നോക്ക്. ഓ ഡാഡിനെ പോരാ കൊണ്ടുപോയി, കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോണ്ട. കഷ്ടല്ലേ? എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പഠിക്കുമായിരുന്നു. സൂചി കൊള്ളട്ടെ വിട്ടെ, കളിക്കരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു അവളെ വായിച്ചു കഴിഞ്ഞിട്ട് വെച്ചതാ ക്ലീറ്റോ. ഞാൻ എഴുതണോ? ഇവിടെ ഇരുന്ന് പഠിച്ചോളാം. നീ ഇവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ നിനക്ക് ദേഷ്യം വന്നാലും കുഴപ്പമില്ല. ഇവിടെ റെഡി ഇരിക്കവിടെ. നിനക്ക് വെച്ചിട്ടുണ്ടോ ഒരു കാര്യം പറഞ്ഞാൽ അത് ഉത്തരവാദിത്തമായിട്ട് ചെയ്യാൻ പഠിക്കണം കേട്ടോ. എടുത്ത് വായിക്കട്ടെ ഇങ്ങോട്ട്. നിൽക്കവിടെ കാര്യം പറയണത്. തയ്യാൻ പക്ഷേ എടുത്ത് ഞാൻ പുറത്തിറങ്ങിയോളായി. വായിക്കങ്ങോട്ട് ഓർക്കെ. ഡാഡി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, സീരിയസ് ആണ്. ഡാഡി നമ്മളെ സ്കൂളിൽ ഒരു കൊച്ചിന് വലിയ അസുഖമാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കാൻ പറയണം. അതല്ല, ഡോക്ടറിനെ കാണിച്ചു തരും, പക്ഷെ ഭയങ്കര കുറെ പൈസ ആണ്. അവര് ഭയങ്കര പാവപ്പെട്ട ആൾക്കാരാ. അതുകൊണ്ട് സ്കൂളിൽ എല്ലാവരും കൂടി തീരുമാനിച്ച് ഓരോ കുട്ടിയിൽ നിന്ന് 100 രൂപ വീതം പിരിവ് വാങ്ങാറ്. അപ്പൊ ഡാഡി നാളെയാണ് ഡാഡി ലാസ്റ്റ് ഡേറ്റ്, ഒന്ന് തരുമോ ഡാഡി? ഒരു 100 രൂപ മതി. ഇത് പിന്നെ എന്നാ കൊടുക്കണ്ടേ? നാളെ കൊടുക്കണം അല്ലേ? ഓ നാളെ ലാസ്റ്റ് ഡേറ്റാ? ഒരു കാര്യം ചെയ്യും, നാളെ നീ ലീവ് എടുത്തോ. അതായത് നാളെ അമ്മ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ള ഒരാൾ കാണാം. ഡാഡി ചിലപ്പോൾ ഒന്ന് പുറത്ത് പോകും. അതുകൊണ്ട് നാളെ ലീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം സോൾവ് ആയി, ഇവിടെ കാര്യം നടക്കും. ഡാഡി എന്നായാലും പോകേണ്ട ദിവസം കൊടുത്തേ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും കണക്ക് എഴുതും അവര്. അതെയോ? എങ്കിലേ ഫുൾ എമൗണ്ട് ആവുള്ളൂ. അതുകൊണ്ടാണ് 100. അങ്ങനെയാണെങ്കിൽ ടീച്ചറിനോട് പറയണം, അമ്മയ്ക്ക് ഉടനെ ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ 100 എന്നുള്ളത് നമ്മൾ 150 രൂപയായിട്ട് കൊടുക്കും. വാ നീ വാ. ഞാൻ വരാം. വേണ്ട ഞാൻ അവക്കൊരു ഓംലെറ്റ് ഇത് ശരിയായി. ബുൾസ വേണോ ഓംലെറ്റ് വേണം? ഉടനെ ഓടല്ലേ നീ അവിടെ ഭക്ഷണം ഞാൻ ഇവിടെ എത്തിച്ചു തന്നോളാം കേട്ടാ. ഓംലെറ്റ് വേണോ ബുൾസ വേണോ? എനിക്ക് രണ്ടു മറ്റേ മറിച്ച സൈഡില്ലേ? മറിച്ച സൈഡാ? അതൊക്കെ എടുത്ത് വെക്കി വെച്ചേ. സത്യം പറഞ്ഞാൽ ഗോപിയേട്ടന് നമ്മളോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് ഇത് വേറെ ആർക്കും കൊടുക്കാതെ നമുക്ക് തന്നെ തരാമെന്ന് പറഞ്ഞു. മാത്രമല്ല എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് എഴുതിയെടുക്കണം. ഇത് നടക്കാതെ പോയുണ്ടല്ലോ എൻ്റെ വലിയൊരു സ്വപ്നമാണ് തകർന്നു പോണേ. പാലായിൽ എൻ്റെ കുറേ അഴുക്ക ബന്ധുക്കളുണ്ട്, കുറേമാർ. അവൻ്റെയൊക്കെ ഭാര്യമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും. അതിൻ്റെ ഒരു അഹങ്കാരം എൻ്റെ അടുത്ത് ഒന്ന് കാണിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എനിക്ക് ഈ ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് അവന്മാരെയൊക്കെ മുമ്പ് പോയി എന്നിട്ട് വിളിച്ച് പറയാൻ എൻ്റെ ഭാര്യ DCBയിലെ പിയൂണായിടാന്ന്. പഠിക്കും മോള് പഠിക്കും. പഠിക്കുമായിരുന്നു. ഭയങ്കര പഠിത്തം തന്നെ. നീ പഠിക്കണ്ട, പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരും. ഞാൻ പഠിച്ചോളാം. നീ പഠിക്കണ്ട, നിന്റെ ആഗ്രഹം പോലെ തന്നെ സംഭവിച്ചോളൂ. നീ ഇനി പഠിക്കുകയേ വേണ്ട. ഓ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാന്ന് വെക്കുമ്പോ എങ്ങനെ മനസ്സിലാതല്ലേ? എന്താ കുന്തം? ഞാൻ പഠിക്കണ്ടല്ലോ. പഠിക്കണം. നീ പഠിച്ചിട്ടൊരു കാര്യമില്ല. ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ബുക്ക് എടുത്ത് നോക്കിയതാ, മാത്സ് നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. പറയണ്ടെന്ന് എന്തിനാ പറയണ? ഞാൻ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു അറിയാമോ? എല്ലാം പോയി. ഞാൻ അതിന് സമ്മതിച്ചല്ലോ. നീ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് നീ ആദ്യം എതിർത്തല്ലോ, അതുപോലെ തന്നെ സംഭവിച്ചു. ബാങ്കുകാർ അവരുടെ ആ തീരുമാനം മാറ്റി. ബാങ്കുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് പുതിയൊരു തീരുമാനത്തിലെത്തി.
പിന്നെ പിയൂൺ വേക്കൻസിക്ക് SSLC-ക്കാർ പോരാ, ഡിഗ്രിക്കാരെ എടുത്താലേ മതിയാവുള്ളൂ. പഠിക്കണ്ട പോലും നോക്ക്. എന്തൊരു സന്തോഷം പഠിക്കണ്ടെന്ന് പറഞ്ഞപ്പോ അല്ലേ? അതെ, എപ്പോഴും നീ പറയുമല്ലോ എന്തെങ്കിലും പറഞ്ഞ 9ാം ക്ലാസ് വെച്ച് ഞാൻ വിളിച്ചോണ്ട് പോയിട്ടാണ് നിനക്ക് 10ാം ക്ലാസ് എഴുതിയെടുക്കാൻ പറ്റാത്തതെന്ന് ഇല്ലേ? ഇനി നീ ഇപ്പം എന്തായാലും ഈ പഠിക്കാൻ ഒരു ചാൻസ് വന്ന് ഇത്രയൊക്കെ ആയല്ലോ, ഇനി നീ ഇത് പഠിച്ച് എഴുതിയെടുക്കാതിരുന്നാലേ എൻ്റെ മനസ്സിലെ കുറ്റബോധം എപ്പോഴും ഇങ്ങനെ കിടന്ന് അലട്ടിക്കൊണ്ടിരിക്കും. ഇല്ല, സാരമുണ്ട് മോളെ. അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് ഈ പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതിയെടുത്തിട്ട് നീ അങ്ങോട്ട് പോയാൽ മതി കേട്ടാ.